അപ്പൊ ഈ RMന്റെ ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ 75 വാച്ചസ് ലോകത്തുള്ളൂ. അപ്പൊ ആ വാച്ച് അതെ, അപ്പൊ ആ വാച്ചസ് ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ ഈ വാച്ച് കാണുമ്പോൾ അതിനൊരു മാസ് ഫീൽ ഉണ്ട്. അതായത് നമ്മൾ കാണുമ്പോൾ തോന്നുമ്പോൾ ഇതിന് എന്തൊരു വെയിറ്റ് ആയിരിക്കും എന്നുള്ള ഫീൽ വരും. പക്ഷെ അതിന് അത്ര വെയിറ്റ് ഇല്ല. അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രാഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയലാണ്. അപ്പോൾ ഗ്രാഫീൻ പ്ലസ് ടൈറ്റാനിയം ഗ്രേഡ് 5 എന്ന് പറഞ്ഞൊരു അതിന്റെ ഒരു കൊളാബറേഷൻ. അപ്പൊ ഈ സംഭവം അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിന് വെയിറ്റ് ഇല്ല. അപ്പൊ ഞാനിപ്പോ ഒരു ഫേക്ക് വാച്ചസ് ആ പറയുന്ന സെയിം RMന്റെ മെക്ലറൻ എഡിഷൻ ഒരു വാച്ചും അതിന്റെ ഒരു ക്ലോൺ ഒരു 15 lakhs ഒരു ക്ലോണും കൊണ്ടുവരാണ്. പ്രഥമ ദൃഷ്ടിയിൽ അതിന്റെ മുക്കും മൂലം എല്ലാം പെർഫെക്ഷൻ ആയിരിക്കും, ഒറിജിനൽ ആയിരിക്കും. പക്ഷെ അതിനൊരു വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു വെയിറ്റിംഗ് മെഷീനിൽ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഫേക്ക് വാച്ചിന് ഒറിജിനലിന്റെ അത്രയും വെയിറ്റിലേക്ക് വരാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഒറിജിനലിന് ഒരു കിലോ വെയിറ്റ് ഉണ്ടെന്ന് നമ്മൾ ഊഹിക്കുകയാണെങ്കിൽ ഫേക്കിന് തീർച്ചയായിട്ടും 2 കിലോ ഉണ്ടാവും. അതിൽ കൂടുതലായിരിക്കും, കുറവ് ഒരിക്കലായിരിക്കില്ല. കുറവായതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ വെയിറ്റിൽ മാത്രമാണ് നമുക്ക് ഫേക്ക് വാച്ചസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ ബുൾഗറി എന്ന് പറയുന്ന ബ്രാൻഡിന് ഇപ്പോ സ്നേക്കിന്റെ മോഡൽ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇങ്ങനെ നമ്മളെ ആകർഷിക്കപ്പെടുന്ന മറ്റെന്തെങ്കിലും ഇത്തരത്തിലുള്ള ഡിസൈൻസ് ഉണ്ടോ? ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇപ്പൊ ഒരു ജ്വല്ലറി പ്ലസ് വാച്ച് മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. അതായത് അവരുടെ വാച്ചിൽ ജ്വല്ലറി പ്രോഡക്ട്സും കൂടി ആളായിരിക്കും. ഉദാഹരണത്തിന് ഡയമണ്ട്, റൂബി, കാപ്പജിൻ അങ്ങനെയുള്ള സ്റ്റോൺസ് ഒക്കെ അതിലുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു വാച്ച് ഒരു ഇൻക്രെഡിബിൾ വാച്ച് മേക്കേഴ്സ് ആണ് അവര്. ജേക്കബ് ആൻഡ് കോ എന്നാണ് അവർ പറയുന്നത്. ജേക്കബ് ആൻഡ് കോ. അപ്പൊ അവരുടെ ഒരു ഇന്ത്യൻ ആർട്ട് സീരീസ് എന്ന് പറഞ്ഞൊരു വാച്ച് ഉണ്ട്. അത് ജസ്റ്റ് ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇന്ത്യൻ ആർട്ട് തന്നെ അടിച്ചാൽ മതി ഗൂഗിളിൽ. അതിന്റെ ഉള്ളിൽ അത് ഇന്ത്യക്ക് വേണ്ടി അവർ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാ. പക്ഷെ അവർക്ക് ഇന്ത്യയിൽ വേറെ ഷോറൂംസ് ഒന്നും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്ത്യക്ക് അവർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാച്ചിലാണ്. ആ വാച്ചിന് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ആ വാച്ച് അത്യാവശ്യം അതിന് വിട്ടൊക്കെ ഉണ്ട്, നല്ല ഹൈറ്റും വിട്ടൊക്കെ ഉള്ള ഒരു വാച്ചാണ്. പക്ഷെ ആ വാച്ചിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ഗേറ്റ് അതിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൈകൊണ്ട് ഉണ്ടാക്കി. നമ്മുടെ കുത്തബ് മിനാർ കാണാം, ലോട്ടസ് ടെമ്പിൾ കാണാം, താജ് മഹൽ കാണാം. ഒരു വാച്ചിന്റെ ഉള്ളിലാണ്. അപ്പൊ ആ വാച്ച് ജസ്റ്റ് ഒന്ന് ടേക്ക് ലുക്ക് അങ്ങനെ നോക്കുന്നവർക്ക് അതൊന്നുമല്ല. ആ വാച്ച് ജസ്റ്റ് ഒരു പ്രീമിയം വാച്ച് എന്ന് പറയും. പക്ഷെ അതിനെ കുറിച്ച് ശരിക്കും നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഈ എൻഗ്രേവിംഗ് കാണാൻ പറ്റും. ഇന്ത്യൻ ആർട്ട് എന്നാണ് അതിന് പറഞ്ഞത്, ജേക്കബ് ആൻഡ് കോ ഇന്ത്യൻ ആർട്ട്. അപ്പോൾ ആ ഒരു വാച്ചസിന് ഏതാണ്ട് ഒരു 3 to 4 CR അടുത്ത റേറ്റ് ആണ് വരുന്നത്. ക്രിസ്ത്യാനോന്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു. അത് ബുഗാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർ മേക്കേഴ്സുമായിട്ടുള്ള കൊളാബറേഷനിലാണ് അവർ വാച്ച് ഉണ്ടാക്കിയത്. അതില് ബുഗാട്ടിയുടെ ഒരു കാറിന്റെ എഞ്ചിന്റെ ഇത് W60 എന്ന് പറഞ്ഞ ഒരു എഞ്ചിനാണ്. അപ്പൊ ആ എഞ്ചിന്റെ അതേ ഒരു റെപ്ലിക്ക ഫോമില് അവരൊരു വാച്ച് ഉണ്ടാക്കി. അതായത് ബുഗാട്ടിയായിട്ട് കൊളാബറേഷനിൽ ചെയ്തുകൊണ്ട് ഒരു വാച്ചിലും അതേ ഒരു ഷേപ്പ് കൊടുത്തു അതിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എഞ്ചിന്റെ പിസ്റ്റൺ വർക്ക് ചെയ്യണുണ്ടോ, ഇങ്ങനെ ഒരു സംഭവം ആൺകുട്ടികൾക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ പിസ്റ്റൺ ഇങ്ങനെ അടിച്ചിട്ടാണ് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഈ വാച്ചിന്റെ ഉള്ളിലും ഈ പിസ്റ്റന്റെ ഒരു ഒരു ഫോം അതിനുള്ളിൽ ആർട്ട് ഫോം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ ആ ഒരു വാച്ചിനെ കുറിച്ച് ആ ഷേപ്പിനെ കുറിച്ചിട്ട് തന്നെ ആ ഒരു കമ്പനി പറയുന്നത്